അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ലോകമെമ്പാടും മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളും അക്രമങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ സംഘടന കണ്ടുവരുന്നുണ്ട്. മുഴുവൻ മതങ്ങളെയും അപകീർത്തിപ്പെടുത്തുന്ന, വിമർശനപ്പെടുത്തുന്ന ഒരു സംഘടന, അതെ, നവനാസ്തികത. എന്താണ് നവനാസ്തികത? ഒരു മതവിശ്വാസികളെയും മതത്തിൻ്റെയും മുഴുവൻ ചാരിതാർത്ഥ്യത്തെയും ശക്തമായി വിമർശിക്കുന്ന ഒരു പുതിയ ചിന്താഗതിയാണ് നവനാസ്തികത. 21-ാം നൂറ്റാണ്ടിൽ ശ്രദ്ധേയമായ ചിന്തകളായതുകൊണ്ടാണ് ഇതിന് നവ എന്നുകൂടി നാം ചേർത്ത് വായിക്കേണ്ടത്. പാരമ്പര്യ നാസ്തികത മതത്തെ നിരസിക്കുകയും എന്നാൽ വ്യക്തിഗത സ്വാതന്ത്ര്യത്തിൻ്റെയും മതേതര ചിന്തയുടെയും പ്രാധാന്യം കൈവരിച്ചിരുന്നു. എന്നാൽ നവനാസ്തികത മതത്തെ പാടെ തള്ളിക്കളയുകയും അതിനുമേൽ കടുത്ത പ്രതിരോധങ്ങൾ തീർക്കുകയുമാണ് ഉണ്ടായത്. എത്രത്തോളം എന്ന് വെച്ചാൽ പൊതുസമ്മതമായ അടിസ്ഥാനങ്ങളിൽ പോലും മതത്തെ വെല്ലുവിളിക്കുകയും അതിന്റെ ബാധകതയെ സംശയാസ്പദമാക്കുകയും ചെയ്തിരുന്നു. ഈ നവനാസ്തികതയ്ക്ക് ലോകത്ത് ഒട്ടേറെ ചിന്തകന്മാരുണ്ട്. റിച്ചാർഡ് ഡോക്കിൻസ്, ക്രിസ്റ്റഫർ ഹിച്ചൻസ്, ഡാനിയൽ ഡെനറ്റ്, സാം ഹാരിസ് എന്നിവരായിരുന്നു ഇവർ ഒട്ടേറെ കൃതികളും അവർ അതിനെ വിറ്റഴിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നവനാസ്തികത സമൂഹത്തിലേക്ക് വിഷം കുത്തിവെക്കുന്നത്, എങ്ങനെയാണ് വെറുപ്പുത്ഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതെ, നവനാസ്തികതയിൽ ഉണ്ടാകുന്ന ചലനങ്ങളുടെ ഭാഗമായി വന്ന വിചാരങ്ങളുടെ ഫലമായാണ് സമൂഹത്തിൽ വെറുപ്പുത്ഭവിക്കുന്നത്. മിക്ക മതവിശ്വാസികളും നവനാസ്തികരുടെ ശക്തമായ വിമർശനങ്ങളെ അവഹേളനമായി കാണുന്നു എന്നതാണ്. അതുകൊണ്ടാണ് മതസംഘടനകളിലും സമുദായങ്ങളിലും വെറുപ്പും ആക്രമണങ്ങളും വരുന്നത്. അറിയപ്പെട്ട 3 രീതികളിലൂടെയാണ് സമൂഹത്തിലേക്ക് നവനാസ്തികത വെറുപ്പ് കുത്തിവെക്കുന്നത്. ഒന്ന്, സാമൂഹിക ഭിന്നതയാണ്. മതസംഘടനകൾക്കിടയിൽ തർക്കമുണ്ടാക്കാൻ കാരണം ഇതാണ്, പരസ്പരം ഭിന്നിപ്പിക്കുക. ഇതിലൂടെ ആക്രമണങ്ങളും വാശിയും വെറുപ്പും വളരുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, മതത്തെ പച്ചയ്ക്ക് അപകീർത്തിപ്പെടുത്തലാണ്. നവനാസ്തികരുടെ വാദങ്ങൾ മതത്തെയും മതവിശ്വാസികളെയും സിസ്റ്റമാറ്റിക്കായി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും. ഇത് മതവിശ്വാസികൾക്കിടയിൽ വെറുപ്പും വിഷമവും ഉണ്ടാക്കുന്നു. അതിലൂടെ ആക്രമണത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, പ്രത്യാമ്നായമാണ്. നവനാസ്തികരുടെ സമർത്ഥനവും ആണവായികമായ പ്രതിരോധവുമെല്ലാം മതസംരക്ഷകർ ശക്തമായി പ്രത്യായനം ചെയ്യുന്നു. അതിലൂടെ ആക്രമണങ്ങൾ വളരുകയാണ് ചെയ്യുന്നത്. ഇത്രത്തോളം വെറുപ്പുണ്ടാക്കാൻ സമൂഹത്തോട്, മതത്തോട് എന്ത് വിമർശനമാണ് നവനാസ്തികർ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച റിച്ചാർഡ് ഡോക്കിൻസ് എന്നവരുടെ ഒരു കൃതിയാണ് ദ ഗോഡ് ഡിലൂഷൻ എന്നുള്ളത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ കേരളത്തിലെ അറിയപ്പെട്ട നവനാസ്തികനായ സി രവിചന്ദ്രന്റെ ഒരു പുസ്തകമുണ്ട്, നാസ്തികനായ ദൈവം. അതിൽ കൃത്യമായി അതിന്റെ നവനാസ്തികതയുടെ വിമർശനങ്ങൾ കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. എങ്ങനെയാണ് അവർ മതത്തെ വിമർശിക്കുന്നത് എന്ന് നോക്കാം. അതിലെ ചില വരികൾ ഞാൻ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വെറുപ്പുണ്ടാവുന്നുണ്ടെങ്കിൽ നവനാസ്തികതയിലൂടെ വെറുപ്പ് ഉത്ഭവിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇതാണ് ആ വരികൾ. നിങ്ങൾ ഒരു നിരീശ്വരവാദിയാണോ എന്ന ചോദ്യം ഉന്നയിക്കുന്നവർ സത്യത്തിൽ തങ്ങൾ ആരാണെന്ന് കൂടി സ്വയം ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ജൂത, മുസ്ലിം, ഹിന്ദു, ബുദ്ധ, ജൈന മതദൈവങ്ങളെ തൊട്ട് മിത്ര, ബാൽ, തോർ, വോട്ടൻ, സ്യൂസ് തുടങ്ങിയ 10,000-കണക്കിന് മതദൈവങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് അർത്ഥം. ആ നിലയ്ക്ക് ഒരു നിരീശ്വരവാദിയും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം വളരെ നേരിയതാണ്. നിങ്ങളെ അപേക്ഷിച്ച് ഒരു ദൈവത്തെ കൂടി, അതായത് നിങ്ങളുടെ മതദൈവത്തെ കൂടി അയാൾ തള്ളിക്കളയുന്നു എന്നേ ഉള്ളൂ. മുസ്ലിമിന് ക്രിസ്ത്യൻ നരകത്തിലാണ് സ്ഥാനം. ഹിന്ദുവിനായി മുസ്ലിം നരകം വിപുലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കി കാത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് അവർ മതങ്ങളെ ഒരു വാചകത്തിൽ തന്നെ പൂർണ്ണമായും മതങ്ങളെ അങ്ങ് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇസ്ലാമിനെ കുറിച്ചും ഇവർ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ഒരു ടീഷർട്ടിൽ എഴുതിയതായ അനാസ്തികനായ ദൈവം എന്ന ബുക്കിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിച്ചു. ഇസ്ലാം ഈസ് എ ലൈ, ഹോമോസെക്ഷുവാലിറ്റി ഈസ് എ സിൻ. ഇസ്ലാം എന്നത് കള്ളമാണ്, പാപമാണ്. ഗർഭചിത്രം എന്നത് കൊലപാതകമാണ് എന്നായിരുന്നു അതിലുള്ളത്. ഇങ്ങനെ കഠിനമായ വിമർശനങ്ങൾ മുസ്ലിമീങ്ങൾക്ക് നേരെയും മറ്റ് മതസ്ഥർക്ക് നേരെയും അവർ ഉന്നയിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനാൽ ഇതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അവരുടെ വിമർശനങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടിയുണ്ട്. അതിനൊന്നും യാതൊരുവിധ സംശയവുമില്ല. ഇൻഷാ അല്ലാഹ് തീർച്ചയായും ഇങ്ങനെയുള്ള സംഘടനകളെല്ലാം നശിച്ചു പോകുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല നമുക്ക് ഖുർആനിലൂടെ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ഇന്നൽ ബാത്തില
കാന സഹൂക, തീർച്ചയായും അസത്യങ്ങളെല്ലാം നശ്വരമാകുന്നതാണ്, അത് പൊളിയുക തന്നെ ചെയ്യുമെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.